ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു ശ്രീസ് വ്ളോഗ്. കുടിക്കാനുള്ള വെള്ളം ബോയിൽ ചെയ്ത് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു. ഞങ്ങൾ വെള്ളം കുടിച്ചു. കുമ്പളങ്ങ ജ്യൂസ് റെഡിയായി. ഇന്ന് ബ്രോക്കൺ വീറ്റ് ഉപ്മ ആണ് ബ്രേക്ക്ഫാസ്റ്റ്. 2-3 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തു. പിന്നെ പ്രഷർ കുക്കറിൽ ജസ്റ്റ് ഒരു വിസിലിന് കുക്ക് ചെയ്യാൻ വെച്ചു. വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചു. കടുകും ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ വെജിറ്റബിൾസ് ഇട്ടു. അത് സോഫ്റ്റായി വരുമ്പോൾ ആവശ്യത്തിന് തേങ്ങ ചിരകിയത് ഇട്ട് മിക്സ് ചെയ്തു. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ഉപ്മ റെഡിയായി. ഇത് ചിക്കൻ കറിക്കാണ്. ഉള്ളി ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് ഇട്ട് വഴറ്റി, പിന്നെ ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർത്ത് തക്കാളിയും ചിക്കനും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്ക് ചെയ്തു. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 1/2 ഗ്ലാസ് അരി മാത്രം. കൈമ റൈസാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട ഓംലെറ്റ് ആക്കിയതാണ്. റിജേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചിക്കൻ കറി റെഡിയായി. ലഞ്ചൊക്കെ റെഡിയായി. ലഞ്ച് പാക്ക് ചെയ്തു. ഇത് ചെറുപയർ ഓട്സ് കഞ്ഞിയാണ്. അങ്ങനെ പ്രജേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങി. ഇനി കിച്ചൺ ക്ലീനപ്പാണ്. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്തു. ഡിഷ് വാഷിംഗ് സ്പോഞ്ച് ഡ്രൈ ആവാൻ വെയിലത്ത് വെച്ചു. ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ ജിമ്മ് കാണിച്ചു തരാം. വായോ. ഇതാണ് നമ്മുടെ ഫിറ്റ്നസ് സെൻറ്റർ. ഇവിടെ മോർണിംഗും ഈവനിങ്ങും പലതരം ആളുകളുണ്ടാവും. ചിലവർ സ്ട്രിക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരായിരിക്കും, ചിലവർ സംസാരിച്ചിരിക്കാൻ വരുന്നവരായിരിക്കും, ചിലവർ മസാജ് ചെയറിൽ മാത്രം ഇരിക്കാൻ വരുന്നവരായിരിക്കും, ചിലവർ ഫോൺ ചെയ്യാൻ വരുന്നവരായിരിക്കും. അങ്ങനെ പോകുന്നു. ഞാൻ വർക്കൗട്ട് ചെയ്യാറില്ല. എനിക്ക് നേച്ചർ വാക്കാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലേ. ചിലർക്ക് സിംഗിങ് ആണെങ്കിൽ ചിലവർക്ക് ഡാൻസിങ് ആയിരിക്കും, ചിലവർക്ക് പെയിൻറ്റിങ് ആണെങ്കിൽ ചിലർക്ക് ഫോട്ടോഗ്രാഫി ആയിരിക്കും ഇഷ്ടം. അങ്ങനെ ട്രാവലിംഗ്, ഗാർഡനിങ്, അങ്ങനെ ഇഷ്ടങ്ങൾ 1000 ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാറുണ്ടോ? എപ്പോഴും കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രം ചെയ്യുമ്പോൾ ഹാപ്പിനെസ് കിട്ടുമോ? നിങ്ങൾ പാടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ദിവസം ഒരു പാട്ടെങ്കിലും പാടാൻ ശ്രമിച്ചു നോക്കൂ. ഡാൻസിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 4 സ്റ്റെപ്പെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. യാത്രകൾ ഇഷ്ടമുള്ളവർ അതിന് തയ്യാറാകൂ. ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ അതിന് ശ്രമിക്കൂ. ഇതൊന്നും അത്ര ചെലവേറിയ കാര്യങ്ങളേ അല്ല. മനസ്സ് മാത്രമേ വേണ്ടൂ. നമ്മുടെ ഇഷ്ടങ്ങളെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു കമ്പാനിയനെ പോലെ ഹാപ്പിനെസ് എന്നും കൂടെ ഉണ്ടാവും. ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ബ്ലിസ്ഫുൾ ആയിരിക്കും, അതുറപ്പാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.